ഒരു വീഡിയോ ഇടാം, അതൊന്ന് കണ്ടിട്ടോ. ഇത് ജ്യോതിക ഇൻസ്പയർ ആയിട്ടുള്ള സാരിയാണ്. നമ്മുടെ അമ്പാടെ ഞാൻ ജ്യോതി കടത്തില്ലേ, ആ സാരിയാണിത്. ഇതിന് ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 50,000 ഉള്ളിൽ വരും. ആദ്യമായിട്ട് ലക്ഷത്തിന് താഴെയുള്ള സാരി എടുക്കുന്നത് ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ലക്ഷത്തിന് താഴെയുള്ള സാരി എടുക്കുന്നത്. പക്ഷെ കൊള്ളാം അല്ലേ, നല്ല. ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന പരിഗണിക്കുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുക. പിന്നെ ലൈക്കും ഷെയർ കമൻറ്റും ഒക്കെ ആവണം തന്ന് നമ്മുടെ മാക്സിമം സപ്പോർട്ട് തരാം. അപ്പോൾ നമുക്ക് ജാസി താത്താടെ കുറച്ച് തെള്ളുകളിലേക്ക് കിടക്കാം. തെള്ളെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. തെള്ളി ഇപ്പോൾ ഈ കേരളം തന്നെ 2 ഇഞ്ച് അങ്ങോട്ട് മാറിപ്പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ വീഡിയോ 1 by 1 ആയിട്ട് കാണാം. അടുത്തത് വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് ദുബായിൽ നിന്ന് ഞങ്ങൾ ഓൾറെഡി വാങ്ങിച്ചതാണ്. 2 lakh ആണ് ഈ ഡ്രസ്സിന് മാത്രം കോസ്റ്റ്. ആശി എപ്പോഴും അങ്ങനെ പറയും. വെർസാസിയുടെ ഒരു ഡ്രസ്സാണ് വെർസാസി. അതിന്റെ കണ്ടോ? അപ്പൊ പ്രിയമുള്ളവരെ, പണ്ടൊക്കെ നമ്മുടെ കൊട്ടാരങ്ങൾക്ക് കാവലിരിക്കുന്ന കാവൽപടന്മാരുടെ ഡ്രസ്സിന്റെ കൂട്ടത്തെ ഒരു ഉടുപ്പ്, അതിനകത്താണെങ്കിൽ ഒരു കുടത്തുണിയുടെ കൂട്ടിരിക്കുന്ന ഒരു ഉടുപ്പ് സ്വർണ്ണ കളറിലെ പിന്നും, അതിന് 2 ലക്ഷം രൂപന്ന്. എന്റെ പൊന്ന് ജാസി, തെള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ തെള്ളു. ഇതൊക്കെ സോഷ്യൽ മീഡിയ വരുന്ന കാര്യങ്ങളല്ലയോ? ആ ചോദ്യം ചോദിച്ച ചെറുക്കൻ തന്നെ പറയുന്നത് ആശി പറഞ്ഞല്ലോ ഇത്രയൊന്നും പ്രൈസ് ഇല്ലെന്ന്. അത് ആശി അങ്ങനെ പറയത്തുള്ളൂ. ഇതിനകത്ത് 1-2 കാര്യങ്ങളുണ്ട്. ആശയെ പബ്ലിക്കായിട്ട് വരട്ടെന്ന് 1-2 വീഡിയോ കാണാനുണ്ട്. നിങ്ങൾ പോകല്ലേ, അതോടെ കാണാം. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. എന്റെ പെണ്ണാന്ന് പറഞ്ഞ് നടക്കുന്ന ആശയാണ് യഥാർത്ഥ ഹീറോ. അങ്ങനെ അല്ല, സത്യല്ലേ? കാരണം ആശി എന്റെ പാർട്ണർ അല്ലാന്നുണ്ടെങ്കിൽ ആശി പറയും എവിടെയെങ്കിലും ഒരു കല്യാണം ചെയ്ത് പെൺകുട്ടിയെ കല്യാണം ചെയ്ത് കുടുംബമായി ജീവിക്കും. ആരെങ്കിലും ആശി ഇതേപോലെ കമന്റ് ഇടും കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇടില്ല. എന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് ആശിക്ക് ആ ഒരു പേരും കൂടി വരുന്നത്. അപ്പൊ അത്രയും അവഗണനയും പരിഹാസം സഹിച്ചിട്ട് ഇത്രയും ആൾക്കാർ മുമ്പിൽ എന്റെ പെണ്ണാണ്. ഇപ്പോഴും നിങ്ങളുടെ എന്താ പറയുന്നത്, എന്റെ പെണ്ണ് എന്ന് പറഞ്ഞത് അല്ലേ? എന്റെ പെണ്ണെന്നല്ല പറയേണ്ടത്, എന്റെ പെൺവേഷം കെട്ടി നടക്കുന്ന ആണ്, അങ്ങനെ പറയണം. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പം വ്യക്തമായിട്ട് അറിയാം ഇല്ലയോ, ഈ ആശി എന്ന് പറയുന്ന വ്യക്തി നിന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീ വിട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും പെണ്ണിനെ കെട്ടി അന്തസ്സോടെ ജീവിക്കുമെന്ന്. അപ്പം അവനതിന് താല്പര്യം ഉണ്ടെന്നല്ല അതിനർത്ഥം. അപ്പം നീയാണ് വിടാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ചെറുക്കനെ വിട്ടുകൂടാ, അവർ വീട്ടുകാരെ കിടന്ന് നിലവിളിക്കുകയാണ്. അവൻ എവിടെയെങ്കിലും പോയി ഒരു പെണ്ണിനെ കെട്ടി നല്ല രീതിയിൽ ജീവിക്കട്ടെ. നിനക്ക് അതിനോട് താല്പര്യമുള്ള ആരെങ്കിലും പിടിച്ചു വെച്ചാൽ പോരെ? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? ഇവൻ എന്തിനാണ് ഈ അടിമയായിട്ട് ഇങ്ങനെ കഴിയുന്നതെന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവൻ വാ പോലും തുറന്ന് ഒന്ന് സംസാരിക്കുന്ന പോലും കേൾക്കാൻ വയ്യ. അവനൊരു വാക്കും സംസാരിക്കുന്നില്ല. അതിനുള്ള മറുപടിയായിട്ട് ഇവർ പറയുന്ന ഒരു കാര്യം ഞാൻ കേൾപ്പിച്ചു തരാം, അതൊന്ന് കേൾക്ക്. ആശി ഭയങ്കര എല്ലാരും പറയാ, എന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഓൺ വോയിസ് വീഡിയോസ് എടുക്കുമ്പോഴേ എല്ലാരും പറയാണ്ട് ജാസി നീ ഒന്ന് വായടക്ക്, എന്നിട്ട് ആഷിനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആഷി സംസാരിക്കില്ല. ഞാൻ ചില ഓൺ വോയിസിലൊക്കെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ച ഡയലോഗ് ഒക്കെ ഒരു അരമണിക്കൂറോളം എടുത്തിട്ടാണ് ആഷി പറയുക. അത്രയും ഒരു കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. പക്ഷെ കമ്പനി ആയി കഴിഞ്ഞാൽ നല്ല കമ്പനിയാണ്. പിന്നെ ആഷി സംസാരിക്കത്തില്ല, അവൻ ഊമയല്ലയോ? നീ അവനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാന്ന് പറ. പുറത്തെങ്ങാനും ഇറങ്ങി നീ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവന്റെ താടി പിടിച്ച് നിലത്തിടിക്കുമെന്ന് നീ പറഞ്ഞാണ്. ഇതിനകത്ത് എന്തോ ഒരു ട്രാപ്പിൽ നീ അവനെ കുടിക്കപ്പോണ്ട്. അതുകൊണ്ടാണ് ആ ചെറുക്കൻ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. അവന് പുറത്തിറങ്ങിയാലും അവൻ മന്ദബുദ്ധിയായി പോകുന്നു. അവനെ ഒരു വാക്ക് സംസാരിക്കാനെങ്കിലും ഒന്ന് അനുവദിക്കുന്നേ. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചതേ പറയത്തുള്ളൂ. അത് നമുക്കറിയാം, നീ പറഞ്ഞു പഠിപ്പിച്ചതേ പറയത്തുള്ളെന്ന്. അവനും മിണ്ടത്തില്ലെന്ന്. പിന്നെ ഊമയല്ലേ അവൻ? നല്ലപോലെ ഫുട്ബോളും കളിച്ച് പ്രേമിച്ചൊക്കെ നടന്ന ചെറുക്കനെ പിടിച്ച് വശത്താക്കി വെച്ചിട്ട് എന്തിനാ എൻ്റെ പൊന്ന് താത്ത ഈ ഇമാതിരി വിടുവായിത്തരം സ്റ്റേജിൽ കയറിയെന്നുണ്ട് പറയുന്നത്. ഇതെല്ലാം കേൾക്കാനും കൈയടിക്കാനും കൊണ്ടുനടക്കാനും ആളുണ്ടല്ലോ. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടന്റുകൾ കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഈ ആശയുടെ ഒരു പുറത്ത് വെച്ച് ഉള്ളൊരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്ക്. അപ്പം എന്തുകൊണ്ടാണ് ആശി മിണ്ടാതെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലാകുമെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം ആ ഒരു വീഡിയോ. കണ്ടോ? ആരാണ്ട് ആ കേക്ക് വായി വെച്ച് കൊടുത്തപ്പോൾ അത് മേടിച്ച് ചെയ്യുന്നതിന് അവനെ നോക്കി ഒരു നോട്ടം കണ്ടോ? അവൻ പേടിച്ചത് കണ്ടോ? ഇത് തന്നെയാണ് പറഞ്ഞത്. ഈ ആഷി എന്ന് പറയുന്നവന് എനിക്ക് തോന്നുന്നു ഇച്ചിരി ഷയ്യായിട്ടുള്ള ഒരുത്തനായിരിക്കും. യഥാർത്ഥത്തിൽ അവൻ പെണ്ണും യവനാണും ഇരുന്നാക്കേണ്ടത്. ആ ചെറുക്കനെ പേടിപ്പിച്ച് ചെറുതേക്കാണ് ഈ പെണ്ണ്. ഈ പെണ്ണല്ല, ഈ താത്ത. എന്തോ ഒരു അവസ്ഥയാണ്. ഒരു മനുഷ്യന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുത്തല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാം. ഇത് ജ്യോതിക ഇൻസ്പയർ ആയിട്ടുള്ള സാരിയാണ്. നമ്മുടെ അമ്പാടെ ഞാൻ ജ്യോതി കടത്തില്ലേ, ആ സാരിയാണിത്. ഇതിന് ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 50,000 ഉള്ളിൽ വരും. ആദ്യമായിട്ട് ലക്ഷത്തിന് താഴെയുള്ള സാരി എടുക്കുന്നത് ഞാൻ എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ലക്ഷത്തിന് താഴെയുള്ള സാരി എടുക്കുന്നത്. പക്ഷെ കൊള്ളാം അല്ലേ, നല്ല ഭംഗിയുള്ള കളർ അല്ലേ? 50,000 ഉള്ളിലാണ്. എന്തായാലും നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ക്യാറ്റ് വാക്ക് എന്ന് പറയുന്ന ആ ഒരു നടത്തം ഉണ്ടല്ലോ ഫാഷൻ പരേഡിനകത്ത്, അത് നമുക്കൊന്ന് കാണാം. അത് ജാസി താത്തായി ആഷി കാക്കായോട് ചേർന്ന് അവതരിപ്പിക്കുന്നു. അവസാന വീഡിയോ ആയിട്ടാണ് വരുന്നത്. ആരും സ്കിപ്പ് അടിക്കല്ലേ, കണ്ടുപോകാം.
എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? കൊള്ളാമില്ല? അതിലൊക്കെ കേമിയാട്ടോ, നമ്മളൊന്നും പറയില്ല. നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അതിന് മുമ്പേ ജാസി താത്തായി പുകഴ്ത്തിക്കൊണ്ട് ഒരു ആരാധിക വന്നപ്പോൾ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആരാധികയുടെ വാക്കുകളിലേക്ക് കൂടെ ഒന്ന് പോയിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. സോഷ്യൽ മീഡിയയിൽ ഈ അപരാധ വീഡിയോകളൊക്കെ കണ്ടപ്പോൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാം എന്ന് കരുതി അങ്ങനെ കൊണ്ടുവന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് നമുക്ക് നിർത്താം. വേറൊരു വീഡിയോയും വിശേഷങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ പറയുന്നു. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്